വേനൽക്കാലത്തും അതേപോലെ നോമ്പ് തുറക്കുമൊക്കെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തണ്ണിമത്തം കൊണ്ടുള്ള ഒരു ജ്യൂസാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് തണ്ണിമത്തൻ്റെ കുരുവൊക്കെ കളഞ്ഞത് ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് വാനില എസൻസ്. അതും കൂടി ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് നല്ല ഫ്രഷ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 കപ്പ് പാലാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആളുകൾക്കനുസരിച്ച് തണ്ണിമത്തൻ്റെയും പാലിൻ്റെയും ക്വാണ്ടിറ്റി കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്ത് വരാം. ഇതേപോലെ നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അതിനൊരു പാത്രം എടുത്ത് അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതേപോലെ നല്ല പോലെ അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അതിനായി നല്ല മൊഞ്ചുള്ളൊരു സെർവിങ് ഗ്ലാസ് തന്നെ എടുത്ത് നമുക്കതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു ഡെക്കറേഷന് ആവശ്യമാണെങ്കിൽ മാത്രം നമുക്കൊരു പുതിനേൻ്റെ ഇല വെച്ച് കൊടുക്കാം. എൻ്റെ പുതിനൊക്കെ വാടിയിരിക്കണ്. നിങ്ങൾ നല്ല ഫ്രഷ് ഇല തന്നെ വെച്ച് കൊടുത്തോളിട്ടോ. പിന്നെ നമുക്കൊരു തണ്ണിമത്തൻ്റെ പീസും കൂടിയും സൈഡിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്ട്രോ എന്താച്ചാൽ വെച്ച് അങ്ങോട്ട് കുടിക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ തോന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.